നമ്മുടെ റോഡുകളെല്ലാം മുഹമ്മദ് റിയാസിന്റെ മുഖം പോലെ മനോഹരമാകാൻ പോവുകയാണ്. നമസ്കാരം. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചും PWD മിനിസ്റ്റർ ആയിട്ടുള്ള റിയാസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കുറെ PR ടീമുകളെ വെച്ചിട്ടും ചില ഡീഗ്രേഡ് മൊയ്ന്തുകളെ വെച്ചിട്ടും അങ്ങോട്ട് ഫണ്ട് കൊടുത്ത് പല തരത്തിലുള്ള കുപ്രചരണങ്ങളും സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി പല തരത്തിലുള്ള നുണക്കഥകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു സർക്കാരിനോ ഒരു മന്ത്രിക്കോ എപ്പോഴാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നത്? ചെയ്തതിനെ മറ്റുള്ളവർ അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി അഭിനന്ദിക്കുമ്പോഴാണല്ലോ. ആണല്ലോ അല്ലേ? അതിൽ സംശയമില്ലല്ലോ. പ്രത്യേകിച്ച് അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ളവരാണെങ്കിൽ പരസ്യമായിട്ട് പല കഥകളും വിളിച്ചു കൂവുന്നുണ്ടെങ്കിലും എന്താണ് ഓരോ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അത്തരം വാക്കുകൾ വളരെ കൃത്യമായി തെളിയിക്കും. ഈ അടുത്ത ദിവസമാണ് ചാണ്ടി ഉമ്മൻ ഏറ്റവും മികച്ച കേരളത്തിലെ ഒരു ഇതര രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ സംശയമില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള എൽദോസ് കുന്നപ്പള്ളി, വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം വലിയ താല്പര്യമില്ല, പക്ഷേ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി PWD മിനിസ്റ്റർ ആയിട്ടുള്ള റിയാസും പിണറായി സർക്കാരും ചെയ്തു കൊടുത്ത സഹായത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ആദരണീയനായ ശ്രീ PA മുഹമ്മദ് റിയാസ് ഇന്ന് ഈ സദസ്സിലെത്തി നമുക്ക് ഈ വർഷം വിട്ടുപോകുമ്പോൾ ഒരു പുതിയ വർഷത്തെ സമ്മാനം പോലെയാണ് പുതിയ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുഗ്രഹിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. 2016 എളിയവനായ ഞാൻ MLA ആയി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ഗവൺമെന്റ് ആദ്യത്തെ ബജറ്റ് സമ്മേളനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് ആദ്യത്തെ ബജറ്റ് സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിലാണ് പെരുമ്പാവൂർ ബൈപ്പാസിന് 20 കോടി രൂപ അനുവദിച്ചത്. നമ്മുടെ റോഡുകളെല്ലാം മുഹമ്മദ് റിയാസിന്റെ മുഖം പോലെ മനോഹരമാകാൻ പോവുകയാണ്. റോഡുകൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന റിയാസിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തെ പോലെ തന്നെ തുടുത്തിരിക്കുന്ന റോഡുകളായി മാറിയിട്ടുണ്ടെന്ന്. മാറ്റമാണോ? ഇവിടെ ഒന്നും നടക്കുന്നില്ല. റോഡിലെ കുഴി എന്നുള്ള നിലയ്ക്കൊക്കെ കുറെ ലീഗന്മാരെല്ലാം ചേർന്ന് ഏതെങ്കിലുമൊക്കെ വ്യാജ ഫോട്ടോസ് ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാൾ എടുക്കുന്ന എഫേർട്ടിനെ പരമാവധി അവഹേളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മരുമോൻ എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന എഫേർട്ടുകളെല്ലാം ഇകഴ്ത്താൻ വേണ്ടി ഈ രീതിയിൽ അവഹേളിക്കുന്നുണ്ട്. കേരളത്തിലെ മാപ്രകൾ ഉൾപ്പെടെ ആ രീതിയിൽ ആ വ്യക്തിയുടെ മികവിനെ ഇടിച്ചു താഴ്ത്താനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ആ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അതങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചാലിക്കേണ്ടത് സിൻസിയോറിറ്റി അഥവാ ആത്മാർത്ഥതയാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളെ തേടി വരേണ്ടതാണ്. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുക. ആ ആത്മാർത്ഥത പുലർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സ്വാഭാവികമായി മറ്റുള്ളവരിലേക്ക് തനിയെ അത് പ്രതിഫലിച്ചു തുടങ്ങും. ആ പ്രതിഫലിച്ചു തുടങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരും. ആ തേടി വരലാണ് ഈ വാക്കുകളെ നിസ്സംശയം പറയേണ്ടി വരികയാണ്. കാര്യം എത്രത്തോളം ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും, എത്രത്തോളം ഇല്ലാത്തതുണ്ട് എന്ന് PR ഏജൻസിയെക്കാളും ചില ഡീഗ്രേഡ് മൊയ്ന്തുകളെയും ഒപ്പം ഇടതുവിരുദ്ധരെ ഉപയോഗപ്പെടുത്തി പറഞ്ഞാലും വസ്തുത ഇത്തരം വാക്കുകളാണ്. ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്താണ് ഈ നാടിന് വേണ്ടി ഇടതുപക്ഷക്കാർ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ്. പിണറായി സർക്കാരിനെ അദ്ദേഹം പോയി കണ്ടതിന് ശേഷം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പെരുമ്പാവൂരിലെ കോൺഗ്രസ് MLA തന്നെ ഈ വാചകം പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതായിരിക്കും. സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ തീർക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമായിരിക്കും. അവിടെ രാഷ്ട്രീയം നോക്കി കൊടുക്കാതിരുന്നു അല്ല, പെരുമ്പാവൂരിലെ റോഡുകളെ സംബന്ധിച്ചും ഈ നാടിന്റെ കൂടി പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയം നോക്കാതെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചെയ്തു കൊടുത്ത സഹായത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളത് കൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് ഈ രീതിയിൽ ആ അഭിപ്രായം പറയേണ്ടി വന്നു. ആ പറയുന്ന കാര്യമാണ് ആ വ്യക്തി ചെയ്ത എഫേർട്ടിനുള്ള അംഗീകാരം എന്ന് പറയുന്നത്. അല്ലാതെ അതൊന്നും വെറുതെ പാടിപ്പുകഴ്ത്താൻ വേണ്ടിയോ പതപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല. ചെയ്ത പ്രവർത്തനങ്ങൾക്കും എടുത്ത എഫേർട്ടിനുമുള്ള അംഗീകാരമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ എത്രയൊക്കെ നിങ്ങൾ രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്ന രീതി വരുത്താൻ മാധ്യമങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാറിന്റെ കൂലിയെഴുത്തുകാർ പരിശ്രമിച്ചാലും വസ്തുതകൾ ഇതുപോലെ എതിർപാളയത്തിൽ നിൽക്കുന്നവരുടെ വായിലൂടെ പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എന്തുകൊണ്ടെന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയോട് കാണിക്കുന്ന ആത്മാർത്ഥത ഒന്നുകൊണ്ടാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.